ശിവരാത്രി എന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് ലോകം വിനാശത്തിന്റെ അരികിൽ നിന്നപ്പോൾ സംഭവിച്ച 3 വലിയ സത്യങ്ങളുടെ സാക്ഷ്യമാണ്. ഈ ഒരു രാത്രിയിൽ പ്രപഞ്ചത്തെ മാറ്റിമറിച്ച 3 സംഭവങ്ങൾ അരങ്ങേറി. ഒരു വശത്ത് വിവാഹത്തിന്റെ മംഗളധ്വനികൾ മുഴങ്ങിയപ്പോൾ മറുവശത്ത് പ്രപഞ്ചത്തെ വിഴുങ്ങാൻ പോകുന്ന കാളകൂട വിഷത്തിന്റെ ഭീകരതയായിരുന്നു. ഒപ്പം ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും അഹങ്കാരം തകർത്ത ആഗ്നേയ സ്തംഭത്തിന്റെ കഥയും. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ വലിയ തർക്കമുണ്ടായി. ഇരുവരുടെ അഹങ്കാരം പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കിടയിൽ അനന്തമായ ഒരു അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ആ സ്തംഭത്തിന്റെ തുടക്കമോ ഒടുക്കമോ കാണാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ആരാണോ ഇതിന്റെ അറ്റം കണ്ടെത്തുന്നത് അവരായിരിക്കും ശ്രേഷ്ഠൻ എന്ന് ആ സ്തംഭത്തിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി. വിഷ്ണു ഭഗവാൻ വരാഹ രൂപമെടുത്ത് ഭൂമി പിളർന്ന് താഴേക്ക് പോയി. ബ്രഹ്മാവ് ഹംസരൂപത്തിൽ മുകളിലേക്കും പറന്നുയർന്നു. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും അറ്റം കണ്ടെത്താനായില്ല. വിഷ്ണു ഭഗവാൻ തന്റെ പരാജയം വിനയത്തോടെ സമ്മതിച്ചു. എന്നാൽ ബ്രഹ്മാവ് മുകളിൽ നിന്ന് വീണ ഒരു കൈതപ്പൂവിനെ സാക്ഷിയാക്കി താൻ അറ്റം കണ്ടു എന്ന് നുണ പറഞ്ഞു. അപ്പോൾ ആ അഗ്നിസ്തംഭത്തിൽ നിന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിന്റെ കള്ളം പറഞ്ഞ ആ തല ഛേദിക്കുകയും ചെയ്തു. മഹാദേവന്റെ ആ ഭയാനക അഗ്നിരൂപത്തെ തണുപ്പിക്കാനായി ദേവന്മാർ പാലും ജലവും അഭിഷേകം ചെയ്തു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ രുദ്രാഭിഷേകം. ദേവാസുരന്മാർ അമൃതനായി സമുദ്രമന്ഥനം നടത്തിയപ്പോൾ ആദ്യം ഉയർന്നു വന്നത് അമൃതായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള കാളകൂട വിഷമായിരുന്നു. ലോകത്തെ രക്ഷിക്കാനായി മഹാദേവൻ ആ വിഷം പാനം ചെയ്തു. എന്നാൽ മാതാ പാർവതി ആ വിഷം മഹാദേവന്റെ തൊണ്ടയിൽ തടഞ്ഞു നിർത്തി. വിഷത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ കണ്ഠം നീല നിറമായി മാറി. വിഷത്തിന്റെ കാഠിന്യത്താൽ മഹാദേവൻ ബോധരഹിതനാകാതിരിക്കാൻ ദേവന്മാർ അന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന് ഭജന പാടുകയും ജലം കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്തു. ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ നടത്തിയ ആ ത്യാഗത്തെ നാം ഓരോ ശിവരാത്രിയിലും ജാഗരണത്തിലൂടെയും ഉപവാസത്തിലൂടെയും സ്മരിക്കുന്നു. സതീദേവിയുടെ വിയോഗത്തിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് തപസ്സിലായ മഹാദേവനെ തിരികെ കൊണ്ടുവരാൻ മാതാ പാർവതി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. പ്രകൃതിയും പുരുഷനും ഒന്നാകാതെ പ്രപഞ്ചം പൂർണ്ണമാകില്ലായിരുന്നു. പാർവതി ദേവിയുടെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ തന്റെ വൈരാഗ്യം വെടിഞ്ഞ് ദേവിയെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. മഹാശിവരാത്രി നാളിലായിരുന്നു ആ മംഗളകരമായ ശിവശക്തി വിവാഹം നടന്നത്. അലഞ്ഞു നടന്ന സന്യാസിയായ മഹാദേവൻ ഒരു ഗൃഹസ്ഥനായി മാറിയ ആ രാത്രി. അതുകൊണ്ട് തന്നെ ഈ രാത്രി പ്രണയത്തിന്റെയും കൂടിച്ചേരലിന്റെയും ഉത്സവമാണ്. ഈ വരുന്ന ശിവരാത്രി നാളിൽ നിങ്ങളൊരു പാത്രം ജലം ശിവലിംഗത്തിൽ അർപ്പിക്കുമ്പോൾ ഓർക്കേണ്ടത്, ഒന്നാമത്തേത് നിങ്ങൾ ആറാത്ത ആഗ്നേയ സ്തംഭത്തെ തണുപ്പിക്കുകയാണ്. രണ്ടാമത്തേത് ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ കുടിച്ച ആ വിഷത്തിന്റെ ചൂട് മാറ്റുകയാണ്. മൂന്നാമത്തേത് അനശ്വരമായ പ്രണയത്തിന്റെ ഒത്തുചേരൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ വെടിഞ്ഞ്, അതായത് ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും കഥയിലെ പോലെ സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക എന്നതാണ് ഈ പുണ്യരാത്രി നൽകുന്ന ഒന്നാമത്തെ പാഠം. ലോക നന്മയ്ക്കായി സ്വന്തം വേദന സഹിച്ചും തടസ്സങ്ങളെ ഏറ്റുവാങ്ങുന്ന ത്യാഗ മനോഭാവമാണ് രണ്ടാമത്തെ സന്ദേശം. അതായത് മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തത്. ഒടുവിൽ കഠിനമായ തപസ്സിലൂടെയും അർപ്പണ ബോധത്തിലൂടെയും പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയുമെന്ന് ശിവശക്തി സംഗമം ഈ രാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുമുള്ള ഒരു യാത്രയാണ് ഓരോ ശിവരാത്രിയും. ശിവരാത്രിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.